സൈറ്റാണ്. ടെമ്പിൾ ടൈമിങ്സ് ആർ 7:30 AM to 1 PM, പിന്നെ 4 PM to 8 PM. ടെമ്പിളിന് നിയർ ബൈ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിംഗ് കുറച്ച് ദൂരെ ചെയ്തിട്ട് ഓട്ടോയിലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആ ഒരു സജഷൻ പറയാം, നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം, അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോമീറ്റേഴ്സിന് അപ്പുറം നിങ്ങൾ വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോയിൽ വരാം. ദാറ്റ് വിൽ ബി വെരി ഗുഡ്. വൈകുണ്ഠ ഏകാദശി കൊണ്ട് ഇവിടെ ഭയങ്കര ഹെവി ക്രൗഡായിരുന്നു. എൻട്രി ഫ്രീ തികച്ചും ഇവിടെ ഫ്രീ ആണ്. പിന്നെ ശ്രീരംഗം ഈസ് യൂഷ്വലി കോൾഡ് ആസ് ഭൂലോക വൈകുണ്ഠം. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചിരിക്കുന്നതാണ് പുരാണങ്ങൾ പറയുന്നത്. ഭഗവാൻ ആക്ച്വലി തെക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. 7 പ്രകാരങ്ങളും 21 ഗോപുരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം എന്നാണ് ശ്രീരംഗം അറിയപ്പെടുന്നത്. പൂർണ്ണമായി സ്വർണം കൊണ്ട് നിർമ്മിച്ച ഗോപുരവും ഇവിടുത്തെ സവിശേഷതയാണ്. ഇവിടുത്തെ സ്ട്രീറ്റിൽ കുറേ അഗ്രഹാരങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനാവട്ടെ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് മേടിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയി, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് സത്യം പറയട്ടെ, ഇത്രയും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്ന് നടന്നു പോയിട്ട് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം എൻട്രി ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ മേടിച്ചിട്ട് ദേവിക്ക് കൊണ്ട് സമർപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ അഗ്രഹാരത്തിൻ്റെ അടുത്ത് തന്നെ കുറേ ഹോട്ടലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാം. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. കാരണം ഇവരുടെ ദോശ ആവട്ടെ ഇതൊക്കെ മസ്റ്റ്, എന്തായാലും ആ ഒരു ബ്രാഹ്മിൻ ടേസ്റ്റ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ചട്നി ഇതൊക്കെ 3-4 തരം ചട്നിയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിലേക്കൂടെയാണ് എൻട്രി ചെയ്തത്. ബിക്കോസ് ഫ്രണ്ട് ഗേറ്റ് ഭയങ്കര ഫുള്ളായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചോള രാജാക്കന്മാരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കുറേ ഗവൺമെൻറ് ഇത് ബേസിസ് ഇതിനൊരു അപ്ഗ്രേഡേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് തോന്നുന്നത് വെൽ മെയിൻറ്റെയിൻഡ് അല്ല എന്നാണ്. ബിക്കോസ് എല്ലാം ആരും ഇത് നോക്കാനില്ല, ശ്രദ്ധിക്കാനില്ല, ഒന്നുമില്ല. ഇത്രയും നല്ല പിൽഗ്രിമേജ് ആയ ടെമ്പിൾസ് എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടു എന്നതിൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. ബിക്കോസ് അവിടെ വേസ്റ്റ് ആവട്ടെ എല്ലാം അവിടെ ഇവിടെ ഇടുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ബിക്കോസ് അത് നമ്മൾ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ളൊരു ടെമ്പിളിനെ നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷെ അത് ഓരോരുത്തർ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ ഹേർട്ടായി. പിന്നെ കുറേ സമയം ഈ കല്ലിൻ്റെ മേലെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. കുറേ ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയറായി. പിന്നെ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇവിടെയൊക്കെ നിങ്ങൾ എന്തായാലും വന്ന് കാണണം. ബിക്കോസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറൽ മോണ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഒന്നും എത്ര കണ്ടാലും നമ്മുടെ കണ്ണുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ്. ആ ഒരു